ഹേ ഹലോ വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. എൻ്റെ പേര് അമർ. മറ്റേ മാർക്ക് മാർക്കസ് എന്ന് പറയുന്നില്ലേ? ഹേ ഹലോ വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. എൻ്റെ പേര് ഫാബിയോ കൊട്ടറാറോ. കണ്ടേച്ചാലും മതി. എൻ്റെ പേര് ഇത്. എനിക്ക് സ്വന്തം ഒരു ഐഡന്റിറ്റി. എന്നിട്ട് ഞാൻ ആദ്യം അമർന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല. നിന്നെ പോലെ ഞാൻ നിന്നും എപ്പോഴും മാറുന്നില്ലല്ലോ. ഞങ്ങൾ ഒരു ദിവസം വെറൈറ്റി ചെയ്യാം. മറ്റേ ഫാബിയോ കൊട്ടറോയുടെ ടാഗ് ലൈൻ ഞാൻ കിട്ടി. ഇനി ഇടാനല്ലോ, പൊരുതി തോറ്റാലെങ്കിൽ പൊട്ടെന്ന് വെക്കും. മറ്റേ കർണൻ, ഇത് മൂന്നുപേരാണ് എന്റെ എന്റെ ഹീറോ. പോൾ പൊസിഷനിൽ വരും, പക്ഷെ ഞങ്ങൾ ജയിക്കില്ല. നമ്മൾ ഫസ്റ്റ് തുടങ്ങും. അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് അല്ല, അത് ഫാബിയോ പറഞ്ഞു. ഫാബിയോ പറഞ്ഞ എന്താ പറയാ, ആൾക്കാർ ചോദിച്ചത് കേട്ടോ. അതെ, എല്ലാരും ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ക്വാളിഫയിങ്ങിലാകുമ്പോൾ ടയറിനെ കുറിച്ചൊന്നും വിചാരിക്കണ്ടല്ലോ. അപ്പൊ ഒറ്റ വിടലൊക്കെ വിടും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ബൈക്സിന്റെ ബാക്കിൽ പോകുമ്പോൾ എമയ്ക്ക് എന്തോ ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല. എമയ്ക്ക് മാത്രമല്ല, ആ പ്രശ്നം നമ്മുടെ ബാനിയായിക്ക് ഉണ്ടെന്ന്. ഗ്രിപ്പ്, പിന്നെ മിഡ് റേസ് ആകുമ്പോൾ എമയ്ക്ക് നല്ല ഗ്രിപ്പ് ഇഷ്യൂസ് ഉണ്ട്. ആണല്ലേ? അതുകൊണ്ട് ബാക്കിൽ പോകും. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആണ് അത് കാണാൻ. കാരണം ഒരു ചാമ്പ്യൻഷിപ്പ് റേസർ ഞങ്ങൾക്ക് അത്ര പെയിൻഫുള്ളായിട്ട് തോന്നിയില്ല. എടാ, മനസ്സ് വേണോടാ, നല്ലൊരു മനസ്സ് വേണോടാ, നല്ല മനസ്സ് വേണോടാ. ഒരു മനുഷ്യൻ ജോലിക്ക് വന്ന് ക്വാളിഫൈയിൽ പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻ ആവാൻ പറ്റിയ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ പോൾ പൊസിഷനിൽ വന്നിട്ട് കഷ്ടപ്പെട്ട് ഫ്രണ്ടില് ലാസ്റ്റ് മറ്റേ വോമപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റിന് 13 അല്ലേ, 7ാമതിന് 13 എത്തി. ഇതിൽ ഏറ്റവും മിടുക്കൻ ആരാന്നറിയോ? ജാക്ക് മില്ലർ. എന്തിനാ വെറുതെ ക്വാളിഫൈന് പോയിട്ട്? എന്തായാലും ഫാബി ഇയാളെ ഫ്രണ്ടിൽ തന്നെ അവസാനം തിരിച്ചെത്തും. കറങ്ങി തിരിഞ്ഞ് ഇയാളുടെ ഫ്രണ്ടിൽ നിൽക്കും. ദിവസം ഫാബിയോ 10 മില്ലർ 11 എന്തായാലും വരും. പിന്നത്തെ വിളിച്ചാ പോലെ. ഇതോടെ മറ്റേ പോർച്ചുഗൽ ഫാൻസ് ഒരു അക്ഷരം ഉണ്ടെന്നില്ല. ഏത് ഫാൻസാ? പോർച്ചുഗീസ് ഫാൻസ്. മിഗിൽ ഒലിവേറ, അവർക്ക് ജാക്ക് മില്ലറിന് വലിയ താല്പര്യമില്ല. അപ്പം മിഗിലാണ് ജാക്കിനെ കാലിൽ കിടിലെന്ന് പറഞ്ഞാട് ഇന്നലെ പറയുന്ന കേട്ടായിരുന്നു. ഇതുപോലൊരു അൺലക്കി ആയിട്ടുള്ള റൈഡർ ഇല്ല. ഇന്നലെ വീണു. അതെ, വീണല്ല, പുള്ളിയുടെ വിൻസ്ക്രീൻ പൊട്ടിപ്പോയി ഫസ്റ്റ് ലാപ്പിൽ തന്നെ. ഒലിവേറന്റെ അതുകൊണ്ട് വേറെ ആരും മറ്റില്ല കൂടോത്രം ചെയ്തത്. ഇന്നിപ്പോ വണ്ടിയുടെ വിൻസ്ക്രീൻ ഒക്കെ ഞാനൊന്നും പറഞ്ഞു. അലീഷിന് മറ്റേ ഇഷ്ടമല്ല. ഇല്ല, ഞാൻ പറയുമ്പോ എന്തെങ്കിലും അപ്പം ആർക്കാ സെക്കൻഡ്? അല്ലല്ല, ആക്ച്വലി സെക്കൻഡ് ആണ് ഇമ്പോർട്ടന്റ്. കാരണം എല്ലാ റേസിലും സെക്കൻഡ് വരുന്ന അലക്സ് മാർക്കസ് ഇന്നലെ സെക്കൻഡ് അല്ല. പുള്ളിയുടെ ഇവിടെ ഫ്രാക്ചർ എന്ന് പറയുന്നത്. കാരണം റേസ് കഴിഞ്ഞിട്ട് മാർക്കസ് വന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി മറ്റേ ഫസ്റ്റിൽ വന്ന് പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അലക്സിനെ കാണാനില്ല. അച്ഛൻ പറയുന്ന കേട്ടെ കൈ ഇവിടെ എന്തോ ലെഫ്റ്റ് ഹാൻഡ്. അത് ഏറ്റവും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ചെയ്യുവാണെങ്കിൽ തന്നെ അത് ഫുള്ള് ലെഫ്റ്റ് ഹാൻഡേഴ്സാ. മാർക്കസിന്റെ ഫേവറേറ്റ് ട്രാക്ക്. അടുത്ത റേസ് നമുക്ക് വേണം വീഡിയോ സ്കിപ്പ് അടിക്കാം. മാർക്കസ് ജയിച്ചെന്ന് നിന്നെ ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ഇതുപോലെ പറഞ്ഞപ്പോഴാണ് മാർക്കസ് തോറ്റെ താഴെ പോയത്. ചലഞ്ചൊക്കെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അത് പെക്കോ ബെഗ്ന നല്ല ബാക്കിലാ. അയ്യോ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇറ്റലിക്കാരനാ. പുള്ളിക്ക് ഇവരെല്ലാം അറിയാം. അപ്പൊ എനിക്ക് ഒരു ദിവസം വൈകുന്നേരം ഒരു 5 മിനിറ്റ് ക്ലാസ് എടുത്തു. ബെന്നായന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ. ആണോ? എന്താ? ഞാൻ ആദ്യം പുള്ളിയുടെ അടുത്ത് പോയിട്ട് പെക്കോ ബെഗ്നായ്ക്ക് സുഖാണോ? അപ്പൊ പുള്ളി ബെഗ്നായല്ല ബെന്നായ. എന്നിട്ട് മോർബിഡിന്റെ പേരൊക്കെ പുള്ളി എങ്ങനെയാ പറയേണ്ടതെന്ന് പറഞ്ഞു തന്നു. എങ്ങനെ? പക്ഷെ നാക്കുളുക്കി. മറ്റേ അമ്പലപ്പുഴന്ന് പറയാൻ പറ്റുമോ സാഹിബിന്? അതെ, അവർക്കത് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതേപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ മതിയെന്നൊക്കെ. അതെ, ഇതൊക്കെ മതി. അപ്പം ക്വാളിഫയേഴ്സ് അല്ല, പ്രാക്ടീസ് തൊട്ട് തുടങ്ങണം. കാരണം പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ച് മാർക്കസ് എങ്ങനെയെങ്കിലും വീഴാതെ റേസ് തീർത്താൽ മതി. കാരണം ആദ്യത്തെ പ്രാക്ടീസിലും താഴെ പോയി, രണ്ടാമത്തെ മാർക്കസ് പ്രാക്ടീസിൽ താഴെ പോയിട്ട് ഒന്നും പറ്റിയില്ല. അത് പക്ഷെ അലക്സ് മാർക്കസിന്. പക്ഷെ പുള്ളിക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്.
മാർക്കസിനോ? മാർക്കസിന് അത് കണ്ടില്ല? ഇല്ല. പുള്ളി ആ വീണില്ലേ, എന്നിട്ട് ഗ്രാവൽ ട്രാപ്പിൽ പോയിട്ട് വീണ് ഒരു കല്ല് കയറി ഇവിടെ ഇടിച്ച് ഇവിടെ സ്റ്റിച്ചാണ്. പുള്ളി കോൺഫിഡൻസ് കുറഞ്ഞു പോകാണ്ട് പുള്ളി പറഞ്ഞു എങ്ങനെയെങ്കിലും മറ്റേ പുള്ളി മറ്റേ സെറ്റപ്പാ, നാട്ടിലെ മറ്റേ പഠിക്കുന്ന ചിലവന്മാരൊക്കെ ഉണ്ടല്ലോ ക്ലാസ്സിലുള്ള പോലെ നോക്കാം പാടാണ്. എന്നിട്ട് ബെന്നായിക്ക് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് പുള്ളിയുടെ ഫ്രണ്ട് കയറ്റി വിട്ട് എല്ലാ ദിവസവും ആ പുള്ളിയെ പറ്റിക്കും. പുള്ളിയാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, അവൻ തോപ്പിക്കണം. ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ചാൽ ബെന്നായുടെ കയ്യിൽ അസന്റെ മറ്റേ ഇതൊക്കെ ഉണ്ട്, ട്രാക്കിന്റെ ലേ ഔട്ട് ഒക്കെ ടാറ്റു ഒക്കെ ഉണ്ട്. അത് ഉറക്കത്തിൽ പുള്ളി നോക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് മാർക്ക് സൈൻ ഇട്ട് പറഞ്ഞു സൈഡിൽ. കാരണം അടുത്ത കഴിഞ്ഞ 3 വർഷം പുള്ളിയോട് അവിടെ പുള്ളിയോട് ജയിച്ചു. പുള്ളിയുടെ ഫേവറേറ്റ് ട്രാക്ക് ആയിരുന്നു ഇത്. എല്ലാ ഫേവറേറ്റിലും തോപ്പിക്കുക. ഇനി അടുത്ത മാർക്കസിന്റെ ഫേവറേറ്റ്. അപ്പൊ എന്താവും അതിൽ പിന്നെ വന്ന് ഓടിക്കേണ്ട ആവശ്യം. ഇത് പണ്ട് കാൽക്രച്ച്ലോ പോലെ ആയത്. മാർക്കസ് ഡുക്കാറ്റിയിൽ വരുവാണെങ്കിൽ ബാക്കി റൈഡേഴ്സ് ആക്ച്വലി സെക്കൻഡ് പ്ലേസിൽ മത്സരിച്ചാൽ മതി എന്നുള്ളത്. ഇതിപ്പോ സെക്കൻഡ് പ്ലേസിൽ പോലും മത്സരിക്കാൻ പറ്റില്ല. കാരണം അലക്സ് മീൻസ് കുറച്ച് മറ്റേ മോട്ടോ2 ഒക്കെ കാണുന്ന പോലെ ആയിരുന്നു. ലൈക്ക് ആദ്യത്തെ ഒരു 4-5 റൈഡേഴ്സ്, ഒരു 4-5 റൈഡേഴ്സ് എനിക്കൊന്ന് ഫസ്റ്റ് ലാപ്പ് ടു ലാസ്റ്റ് ലാപ്പ് വരെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അത് സാധാരണ കാണാറില്ല. പക്ഷെ ഈ റേസിൽ ഏറ്റവും കൂടുതൽ റൈഡർ ലൈക്ക് സ്പ്രിന്റ് ഒന്നും പറയാനില്ല, അത് പെട്ടെന്ന്. പക്ഷെ സ്പ്രിന്റിലാണ് അലക്സ് മാർക്കസ് നല്ല പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. മാർക്കസിന് ഭയങ്കര ചലഞ്ചായിരുന്നു. മാർക്കസ് അല്ലായിരുന്നു ഈ 2 റേസിലും ഫാസ്റ്റസ്റ്റ് റൈഡർ. ലൈക്ക് ഒന്നെങ്കിൽ അലക്സ് മാർക്കസ് ആയിരുന്നു ഫസ്റ്റ് സ്പ്രിന്റിനകത്ത്, മറ്റേ മെയിൻ റേസിനകത്ത് മാർക്ക്. എന്നിട്ട് അവര് ഭയങ്കര കുത്തിത്തിരിപ്പാണ് എന്തുകൊണ്ട് അലക്സ് മാർക്കസിനെ ഓവർടേക്ക് ചെയ്തില്ല, ചേട്ടനായോണ്ടാണോ. ഈവൻ കുറെ മീഡിയയിലൊക്കെ ചാനലിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു കേട്ടു, ഇല്ലല്ലോ അത് അലക്സ് മാർക്കസ് പറ്റിക്കുക, അവൻ കോമ്പീറ്റ് ചെയ്തില്ല, പുഷ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പുള്ളി എന്നിട്ട് അലക്സ് മാർക്കസ് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തല്ലോ, എനിക്ക് പുള്ളിയെ പിടിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ വീട്ടിലും ഞങ്ങൾ കുഞ്ഞിലെ ഫൈറ്റ് ചെയ്യുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഡാഡിയുടെ കുറച്ച് വീഡിയോസ് ഇരിപ്പുണ്ട് ഞങ്ങളുടെ ഫൈറ്റിന്റെ. അങ്ങനെ ഇതായിരുന്നു സംഭവം. മാർക്കസ് അല്ലായിരുന്നു 2 റേസിലും ഫാസ്റ്റസ്റ്റ്. പക്ഷെ മാർക്കസ് ജയിച്ചു. നല്ല സ്റ്റാർട്ടായിരുന്നു 2ലും. മറ്റേ നമ്മുടെ മാർക്കസ് ബെന്നായർ സ്റ്റാർട്ടല്ലേ ഫസ്റ്റ് റേസില്. ഫാബിയോ ക്ലച്ചിന് റിലീസ് ആവുന്നതിന് പുള്ളി പറഞ്ഞു. അത് ആക്ച്വലി ഉണ്ടല്ലോ പുതിയ ഡുക്കാറ്റില്ലേ 25, അതിന്റെ അവരുടെ ആ ലോഞ്ച് മെക്കാനിസം അത് കഴിഞ്ഞ വർഷം അടിപൊളിയാണ്. അതുകൊണ്ട് കണ്ണടച്ചിട്ട് റിലീസ് ചെയ്താൽ പോലും അത് സാധനം കറക്റ്റ്. അതിനകത്ത് എന്തോ ഫാബിയോ മൂവ് ആയില്ല. അതിന് പിന്നെ മറ്റേ ഒറ്റ അടിക്ക് ഫാബിയോ കണ്ണടച്ച് പറഞ്ഞതിനെ 4th ആയി. ഓക്കെ ബൈ അതെല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ ദ പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഫാബിയോടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ക്വാളിഫയിങ്ങും പിന്നെ നല്ല ബൈക്കിന്റെ ലിവറി അടിപൊളിയായിരുന്നു. മറ്റേ ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, അടിപൊളി ലുക്ക്. പല ലുക്കിൽ വന്ന് നോക്കും. എന്നിട്ട് ജയിക്കുന്ന റേസ് ആവുമ്പോ വണ്ടി അങ്ങ് എനിക്കൊന്നും ജയിക്കാൻ പറ്റില്ല. അല്ലെ പല ലുക്ക് വരും. ഒരു ദിവസം ബിഗ് വെച്ച് ഇത് മറ്റേ വടിവേലിന്റെ സെറ്റപ്പാ. പോക്കിരിയില് മറ്റേ തലയില് പല രീതിയിൽ വരിക, പല രീതിയിൽ പല പ്രോബബിലിറ്റി തോറ്റു പോവാ. എങ്ങനെയൊക്കെ നോക്കാം. ഈ സീസൺ കഴിയുമ്പോൾ പുള്ളി അത് എഴുതും ഉറപ്പാ 100%. ഒരു ബുക്ക് ഇല്ല പുള്ളി മറ്റേ വീഡിയോയില് ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭയങ്കര സ്റ്റാർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 റൈഡേഴ്സ്, മാർട്ടിനും ഫാബിയും. പക്ഷെ മാർട്ടിനെയും കാട്ടിലും ടാലന്റഡ് ഞാൻ ഫാബിയോ ആണെന്ന് പറയാം. കാരണം അത്രയും പൊട്ട ബൈക്ക് വെച്ച് പുള്ളി അറ്റ്ലീസ്റ്റ് Q2 വരുന്നുണ്ട്, അവിടെ പോൾ പൊസിഷനും അടിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ക്ഷമ കൊടുത്ത് കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമില് ഇത്രയും പൊട്ട ബൈക്കിന് പക്ഷെ നല്ല പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ, €20 million. അത് വരെ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എത്ര പൈസ കൊടുത്താലും ആലോചിച്ച് നോക്ക്, മാർക്കസിന് എത്ര പൈസ കൊടുത്ത് ഹോണ്ട വേണമെങ്കിൽ നിർത്തും. കാരണം ഹോണ്ടയ്ക്ക് അതിനുള്ള പൈസ ഉണ്ട്. പക്ഷെ മാർക്കസ് അത് ആദ്യത്തെ സീസണുകളിൽ മേടിച്ചിരുന്നു. അതിനുശേഷം പൈസ കുറെ ആയി കഴിഞ്ഞപ്പോഴാ മാറിയ. എനിക്ക് ആ റോസിനെ തോപ്പിച്ചിട്ട് 10 ടൈറ്റിൽ എടുക്കണം. കാശ് കുറേയായി. ഇനി കുറച്ച് പണം പോട്ടെ പ്രതാപം വരട്ടെ. അത് മാത്രമല്ല ജീവന് അപകടം വരുന്ന രീതിയിലുള്ള നല്ല വീഴ്ചകൾ. അല്ലെ ഞാൻ പറയാൻ പറ്റുന്ന ഒരു സൈഡില് മാർട്ടിൻ, ഒരു സൈഡില് ഫാബിയോ. പുള്ളി ആ ബൈക്ക് നേരെ ഓടിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് എനിക്കിത് വേണ്ട. ഇവിടെ ഒരു പുള്ളി എങ്ങനെയെങ്കിലും ഇതിനെ വർക്ക് ചെയ്ത് എടുപ്പിച്ച് എനിക്കൊരു ഇത് ചെയ്യാം. 2 പേരും എന്നിട്ട് പക്ഷേ പുള്ളിന്റെ പേഷ്യൻസ് അല്ലെ, ക്ഷമേര നെല്ലിപ്പല കണ്ടു എന്ന് പറയുന്ന സാധനം ഇതാണ്. എനിക്ക് ഇൻ കേസ് മാർട്ടിനെ ചവിട്ടി പുറത്താക്കുവോ അല്ലെങ്കിൽ മാർട്ടിൻ പോവുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഏപ്രിലിൽ ഫാബിയോക്ക് ഒരു സീറ്റ് ഓഫർ ചെയ്യണം.
വേറൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ, ആദ്യമേ ഈ മാർക്കോ ബെസ്സയ്ക്ക് ഭയങ്കര പെർഫോമൻസ് ഒന്നും ഇല്ല. മാർട്ടിൻ എന്ന് പരിപാടി നിർത്തുന്നത് കേട്ട് അന്ന് തൊട്ട് പുള്ളി ദേഹത്ത് ബാധ കീറിയ പോലെ, പിന്നെ പൊരിഞ്ഞ പെർഫോമൻസ്. ഞാനാണ് ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിഫയിങ് ആയിരുന്നു എപ്രിലിയ. അതുപോലെ തന്നെ ഈ റേസിലെ ഏറ്റവും കിടു റൈഡും ബെസക്കീരായിരുന്നു. ബെസക്കിയാണ് റൈഡർ ഓഫ് ദ. ബെസക്കി ക്വാളിഫയിങ് ഏത് പൊസിഷനിൽ ക്വാളിഫൈ അതിനേക്കാളും എന്തായാലും പുഷ് ചെയ്ത് കയറിയിരിക്കും മിക്കവാറും എല്ലാ റേസിലും. ആകെ മറ്റേ നമ്മള് ഇന്നലെ അത് കമന്ററിയിലും പറയുന്നുണ്ടായിരുന്നു, ഈ ക്വിക്ക് സഡൻ ലൈക്ക് ഡയറക്ഷൻ ചേഞ്ചസ് വരുമ്പോൾ ഡുക്കാറ്റി ഭയങ്കര സ്റ്റേബിൾ ആണ്. പക്ഷേ നമ്മുടെ ഏപ്രിലിൽ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടക്കും, വോബിൾ ചെയ്യുന്നുണ്ട് വണ്ടി. അതുപോലെ മാർക്കസ് ആക്ച്വലി ആ ഡയറക്ഷൻ ചേഞ്ചിലാണ് ആക്ച്വലി ടൈം ഗെയിൻ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ്. ബെസക്കി മാർക്കസിന് ഇങ്ങനെ പോയിന്റ് 2 വന്നു, എന്നിട്ട് അവിടെ വെച്ച് പുള്ളിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, മാറി പോയിന്റ് 1 ഒക്കെ എത്തിയായിരുന്നു. എന്നിട്ട് പോയിന്റ് 7 പിന്നെ ലാസ്റ്റ് രണ്ടാമത്തെ ലാപ്പ് പേപ്പർ ഈ മാർക്കസിന് ഒരു കഴിവുണ്ട്, ടയർ പഴമാവുന്ന സമയത്ത്. കാരണം പുള്ളി പ്രാക്ടീസ് ചെയ്യുന്ന ഫുള്ള് ലൈക്ക് യൂസ്ഡ് ടയറിലാണ്, പുള്ളി പുതിയ ടയറിട്ട് ഇറങ്ങാറില്ല. അപ്പം പുള്ളിക്ക് ടയർ ഇച്ചിരി പഴകും, മറ്റേ മീൻകറി പോലെ പഴകും തോറും ഇച്ചിരി ടേസ്റ്റ് വരത്തുള്ളൂ. ഇങ്ങനെ ബാക്കി എല്ലാരും അതിപ്പോ നമ്മള് മറ്റേ NSFW പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് മദ്യത്തിനെതിരാണ് മീൻകറി. അതല്ല അപ്പൊ മീൻകറിയോട് വേണേ തൊട്ടുവെക്കാൻ. അതല്ല വിഷയത്തിൽ നിന്ന് മാറി നമ്മള് കപ്പയും മീൻകറിയുടെ റിവ്യൂ ഒക്കെ അതല്ല ഞാൻ പറഞ്ഞത്. മാർക്കസ് ആണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ മുട്ട ടയർ ഇട്ടിട്ട് പുള്ളി മുട്ടം പുഷ. അത് ലാസ്റ്റ് 2 ലാപ്പ് ആയപ്പോഴത്തേക്ക് പുള്ളി 0.7 ഒക്കെ ആയി. മാർക്കോ പിന്നെ ബെസിക്ക് വിട്ടു. പക്ഷെ ബാനിയായ സെക്കൻഡ് പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാബിയോ പിന്നെ പോയല്ലോ, ഇവിടെ അന്ന് അറിയത്തില്ലായിരുന്നു ആൾക്കാർ 10ൽ എന്തായിരുന്നു. പക്ഷെ പുള്ളി 13 പോയിട്ട് 10 അല്ല. എനിക്ക് ആക്ച്വലി മറ്റേ അലക്സ് മാർക്കസിന്റെ ക്രാഷ് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിരുന്നു, അത് പറയണം. പുള്ളിയും പഴയ പെഡ്രോ നമ്മള് ഒരു മിന്നായം പോലെ കണ്ടുപോയി. പെഡ്രോ എനിക്ക് തോന്നുന്നു പെഡ്രോ ഇടയ്ക്ക് ഹോണ്ടയിൽ പോവാം KTM വിട്ടിട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മാർട്ടിൻ ഹോണ്ടയിലോട്ട് പോകുന്ന ന്യൂസ്. ഞാൻ എവിടെ പോകും? പെഡ്രോ ആക്ച്വലി ലോക്ക്ഡ് ആണ് റെഡ് ബുള്ളി. അങ്ങനെ ഈസി ആയിട്ട് കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല പെഡ്രോയ്ക്ക്. അതിനുള്ള കാശില്ല പെഡ്രോയ്ക്ക്. അതെ അതെ, ഒന്നത് 2 പ്രൂവ് ചെയ്തിട്ടില്ല. ആരും കാശ് കൊടുത്ത് മേടിക്കണ്ടേ? ഇല്ല, ലൈക്ക് പെഡ്രോയ്ക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി എവിടെ പോകുന്ന പോലും ഹോണ്ടയിലല്ല, പുള്ളിക്ക് ഡുക്കാറ്റിയിൽ എങ്ങനെയും പോകണമെന്നായിരുന്നു പറഞ്ഞത്. ഡുക്കാറ്റി പോകുന്ന മറ്റേ റോസി ഓൾറെഡി ഒരു ഓഫർ ചെയ്തായിരുന്നു. എനിവേസ് നമ്മള് മറ്റേ ഹോണ്ടയിൽ പോകുന്നാണ് ഇരുന്നത്. എന്നിട്ട് ഇപ്പൊ എവിടെ പോരാ, ഇനി KTM ഓടിച്ചാലേ പറ്റുള്ളൂ. അതെ, പക്ഷെ ഇന്നലത്തെ ട്രാക്കിൽ അസനിലാണെങ്കിൽ കുറച്ച് ബൈക്കിന് പ്രാധാന്യം കുറഞ്ഞ ട്രാക്കാണ്. കാരണം റൈഡർ കേപ്പബിലിറ്റി ആക്ച്വലി നല്ല, അതുകൊണ്ടാണ് പെഡ്രോ ഒക്കെ നല്ലതായിട്ട് പുഷ് ചെയ്യാനൊക്കെ പറ്റി. മീൻസ് നല്ല അലക്സ് മാർക്കസുമായിട്ടുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു ബാറ്റിൽ. മീൻസ് ലൈക്ക് അലക്സ് മാർക്കസ് മീൻസ് ടേണിനകത്തോട്ട് ഇങ്ങനെ അവര് വിട്ടുകൊടുക്കുന്നില്ല. അവര് ഒരാള് മറ്റേ ബൈക്ക് പെഡ്രോ പെഡ്രോ അവനെ അവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു രീതി. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ലീൻ ചെയ്തതിൽ എന്ത് പറ്റിയെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക് പ്രൊട്ടക്ടർ അല്ലേ, അത് തെന്നി മാറി. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കും വിങ് കയറി ക്ലിപ്പായിട്ട് വണ്ടി തനിയെ ഫ്രണ്ട് ബ്രേക്ക് മേടിച്ച്. അപ്പൊ നമുക്ക് ആക്ച്വലി കാണാം ഫ്രണ്ട് ടയർ മറ്റേ ലോക്ക് ആയിട്ട് വരുന്നത്. നല്ല വീഴ്ചയായിരുന്നു. അലക്സ് മാർക്കസ് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, ഒറ്റ ഡിഗ് വീണു. അതുകൊണ്ട് കൈ ഫേമിന്റെ ഭയങ്കര വൃത്തികെട്ട ക്രാഷ് ആയിരുന്നു. ഫേമിൻ നല്ല ഹൈ സ്പീഡ് ക്രാഷ് ആയിരുന്നു. എന്നിട്ട് അത് ക്രാഷ് ചെയ്ത് ജോൻ മിറിന്റെ വണ്ടി ഇടിച്ച് 2 പേരും വീണ്. ആക്ച്വലി ഭയങ്കര ഡേഞ്ചറസ് ക്രാഷ് ആയിരുന്നു. ഭാഗ്യത്തിന് ആരുടെ പുറത്തൂടെ വണ്ടി കയറിയില്ല. എന്നിട്ട് ഫാബി അത് ഒഴിഞ്ഞു മാറിയതാണ് പുള്ളി 7th നേരെ. അതെ അതെ, വണ്ടി നന്നായാലും വണ്ടി വന്നലായാലും ജോൻ മിർ രണ്ടാമത്തെ ലാപ്പറ്റി കഴിഞ്ഞ വർഷം പോലെ ഇങ്ങനെ. വേറൊരു കോമഡി ഉണ്ട്, മോർബി ഇന്നലെ എന്തായിരുന്നു? മോർബിയുടെ ലോങ് പെനാൽറ്റി പുള്ളി പോകുന്ന വഴിക്ക് സത്യത്തിൽ പുള്ളി ഗോൾഡ് ഡിവിഷന് വിട്ടാ പോകുന്ന വഴിക്ക് മറന്നു, 2 സെക്കൻഡിൽ മറന്നു. എന്നിട്ട് പുള്ളി തോപ്പിക്കണം, ഈ ഒരൊറ്റ മൈൻഡ് സെറ്റേ ഉള്ളു. എന്നിട്ട് ജിന്നന്റോണിയെ പൊരിഞ്ഞ പുറയിരുന്ന് ജിന്നന്റോണിയെ തലയൊക്കെ ഇങ്ങനെ കുലിക്കണി, ഇവ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്. എന്നിട്ട് ലോങ് ലൈ പെനാൽറ്റി. ഇല്ലല്ല, അത് കഴിഞ്ഞ മോർബി അങ്ങനെ വഴക്കൊന്നും പറഞ്ഞില്ല. മോർബി ശാന്തമായിട്ടുള്ള മനുഷ്യനാണ്. ഹെൽമെറ്റ് ഒരു കഴിഞ്ഞ പുള്ളി ഇയാളാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് സെയിന്റിനെ പോലെയൊക്കെയാ. മറ്റേ വളരെ ശാന്തനായി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, തികഞ്ഞൊരു സൈക്കോ. അതെ, എന്നിട്ട് പുള്ളി സ്വന്തം ടീമേറ്റുമായിട്ട് എന്നിട്ട് പുള്ളിക്ക് ലോങ് ലെഗ് പെനാൽറ്റി. ഇന്ന് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു, അതും ചോദിച്ചു വാങ്ങി.
എന്നിട്ട് ആസ് യൂഷ്വൽ അവസാനം പിന്നെ ജിനന്റോണി കയറിപ്പോയി. പക്ഷെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഇപ്പം ഫാബിയോ ജിനന്റോണിയോ. VR46 ഭയങ്കര കൺസിസ്റ്റന്റ് ആ പുള്ളി. ജിനന്റോണി എപ്പോഴാണ് വർക്ക് ആവുന്നതെന്ന് അറിയാമോ? വിന്റർ ബ്രേക്കിന് ശേഷം, സോറി സമ്മർ ബ്രേക്കിന് ശേഷം. വിന്റർ ബ്രേക്ക് അതിന് മുന്നേ കഴിഞ്ഞ മറ്റേ ഗ്രസീനിയുള്ള സമയത്ത് ഓർമ്മയുണ്ടോ? അതിന് മുന്നേ ഒക്കെ വളരെ പഴം അയാൾ ആ സീസണിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നു. ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ഇങ്ങനെ ഒരു പൊരിഞ്ഞ പോരാട്ടം. പിന്നെ പോഡിയവും ഒക്കെ കിട്ടി. അങ്ങനെയാണ് പിന്നെ VR46 പോകുന്നത്. അതിന് മുന്നേ സീറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ വന്നായിരുന്നു. അതേപോലെ ഫാബിയോ പിന്നെ ഒരു കാര്യം പറയാം, സ്പ്രിന്റിൽ ഫാബിയോ താഴെ വീണായിരുന്നു. അപ്പം ഫാബിയോ പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ നിൽക്കാനായിട്ട്. പക്ഷെ എന്തോ പറ്റിയെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിന്റെ ടയർ ലിമിറ്റ്സ് ഉണ്ടല്ലോ, ഇത്ര ടയർ. അപ്പം ഇവര് സാറ്റർഡേ എന്തോ ടയർ കൗണ്ടിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് വന്ന, അല്ലെ യൂസേജിൽ മിസ്റ്റേക്ക് വന്നിട്ട് യൂസ്ഡ് ഫ്രണ്ട് ടയർ ഇട്ടാണ് പുള്ളി സ്പ്രിന്റിന് ഇറങ്ങിയത്. കാരണം 13 ലാപ്പല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ ഈ ഫ്രണ്ടിലുള്ളവരോടെ പിടിക്കാനായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇന്നലെ മെയിൻ റേസിൽ എല്ലാവരും ഹാർഡ് ടയേഴ്സ് ഇട്ടിറങ്ങി. അറിയോ? കോൾഡ് വെതർ ആയിരുന്നു. ഓക്കെ, വെതർ കണ്ടീഷൻ അതിന്റെ ബേസിസ്. അതിന്റെ ഇടയിൽ മിഷനിൽ 140 ഫ്രണ്ട്, അത് എവിടെ ഇടാനാണ് 140 ഫ്രണ്ട് ടയർ? ഒരു 140 ഇരിപ്പുണ്ട്. പണ്ട് FC ബാക്ക് ടയർ ആയിരുന്നു 140 സെക്ഷൻ. അതുകൊണ്ട് എന്ത് വലിയ ടയറായത്, അത് ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ അവസാനം മാർക്കസിന്റെ പൊരിഞ്ഞ ബാറ്റിലും എല്ലാവരും നല്ല രസമായിരുന്നു. റേസ് ഓവറോൾ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു റേസ് ആണെന്ന് തോന്നി. ആരും അങ്ങനെ പിന്നെ ബാനിയയെ പറ്റി പറയാനല്ലോ, സ്പ്രിന്റിൽ പഴമായിരുന്നു. പക്ഷേ മെയിൻ റേസ് ആയപ്പോഴത്തേക്ക് മെയിൻ റേസിൽ ആക്ച്വലി പുള്ളി ഫൈറ്റ് ചെയ്തു. അതെ അതെ, നല്ല ഇതായിരുന്നു. ലൈക്ക് അക്കോസ്റ്റേ ആയിട്ട് മറ്റേ ഔട്ട് ബ്രേക്ക് ചെയ്യുന്നതും വെയിറ്റ് ചെയ്തു മെച്യൂർ ആയിട്ട് നോക്കി വീണ്ടും തിരിച്ചു കയറി. അക്കോസ്റ്റേ ഒരു പോയിന്റ് ബാനിയൊക്കെ കഴിഞ്ഞിട്ട് കയറി പോയതായിരുന്നല്ലോ. അത് ഒരു ബാനിയ ഒരാൾ ഓവർടേക്ക് നാളും സത്യത്തിൽ ഇപ്പൊ എനിക്കിത് സന്തോഷമുണ്ട്. കാരണം പുള്ളിക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു വണ്ടി പോയതിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇച്ചിരി പയ്യെ ഫീല് വരുന്നുണ്ടെന്ന് തിരിച്ച്. വേറൊരു സംഭവം നടന്നു. നമ്മുടെ ചന്ദ്രയില്ലേ, ചന്ദ്ര ആദ്യമായിട്ട് പോയിന്റ് സ്കോർ ചെയ്തു LCR ഹോണ്ടയിൽ. ഐഗുറെല്ലാം ക്രാഷ് ആയി പോയി. ഐഗുറ വീണു. ഐഗുറയ്ക്ക് ഒരു രാശിയില്ലാത്ത ഇതായിരുന്നു. മെയിൻ റേസി 15 വരെ ഉണ്ട് പോയിന്റ്. മറ്റേ സ്പ്രിന്റില് 10. പിന്നെ അലേഷ്യ സ്പ്രാഗർ ഉണ്ടായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി. പക്ഷെ കാര്യമില്ല, അലേഷ്യ സ്പ്രാഗർ ഈ സീസണിൽ അങ്ങോട്ട് വൈൽഡ് കാർഡ്. എനിക്ക് മനസ്സിലാവാത്ത ഓർഹെ മാർട്ടിൻ എന്തിനാണ് ഹോണ്ടയിൽ പോകാൻ നിൽക്കുന്നതെന്നാണ്. ഓർഹെ മാർട്ടിന്റെ കാര്യം റേസ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് എഴുതി കാണിച്ചു. ഓർഹെ മാർട്ടിന്റെ മാനേജർ പറഞ്ഞത് ഞങ്ങൾ ഇനി അപ്പുറത്തോട്ടില്ല, 2025 കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ് കേട്ടോ. ചിലപ്പോ ഹോണ്ടയിലൊക്കെ പോയത്. അപ്പോൾ മാക്സിമം റിവോർഡ് മറ്റേ ഏപ്രിലിയര് ടീം ലീഡർ ടീം മാനേജർ വന്നിട്ട് ഞാറില്ല, അവൻ ഫ്രീ ഒന്നും അല്ല, അവൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കോർട്ടിൽ പോകും. അത് നല്ല ഇഷ്യൂ. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഏപ്രിലിയറെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഒരു ആദ്യം ഒബ്വിയസ്ലി ലൈക്ക് നമ്മൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഈ ബൈക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി. പക്ഷെ ഇപ്പം ബെസക്കി ആ സാധനം ലൈക്ക് ഫ്രണ്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. ലൈക്ക് മേ ബി ഫ്രണ്ടിൽ എത്തത്തില്ലെങ്കിലും പക്ഷെ ഏപ്രിലേക്ക് മാർട്ടിനെ പോലത്തെ ഒരു റൈഡർ ഉണ്ടായിട്ട് അയാളുടെ റേസ് ഡേറ്റിന്റെ ഇൻപുട്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പ്രോബബ്ലി മാർട്ടിൻ നോക്കിയപ്പോ ലൈക്ക് 27 ബൈക്ക് ചേഞ്ച് വരുമല്ലോ, അന്നേരം വലിയ ഡെവലപ്മെന്റോ വല്ലതും നടക്കുന്നില്ലായിരിക്കും ഏപ്രിലിൽ. പ്രോബബ്ലി അതുകൊണ്ടായിരിക്കും അവന് ഈ ഹോണ്ട പുഷ് ചെയ്യുന്നത്. കാരണം ഹോണ്ട ആക്ച്വലി 2027 ഭയങ്കരമായിട്ട് പ്രിപ്പയർ ഇപ്പോഴേ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹോണ്ട എന്തായാലും ആ ഒരു സ്കീമിൽ നിന്ന് മാർട്ടിൻ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് 26 ആയിരിക്കില്ല. മാർട്ടിൻ ഒരു ഫ്യൂച്ചർ നോക്കിയിട്ട് 27 എന്തായാലും റീസെറ്റ് ആവും. അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം പുള്ളി വലിയ വേൾഡ് ചാമ്പ്യനും പ്ലസ് കിഡ്ല റൈഡറുമാണ്. പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡർ അല്ലെന്നുള്ള ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളൊരു ക്രെഡിബിലിറ്റി പോയി. കാരണം പുള്ളി ഇത് ആദ്യം ഓൾറെഡി KTMന്റെ അടുത്ത് കാണിച്ചായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രമാക് ഡുക്കാറ്റിയിൽ വന്നത്. പക്ഷെ അത് നല്ല ഡിസിഷൻ ആയിരുന്നു പുള്ളിയുടെ. അത് ആക്ച്വലി നല്ല വർക്ക് ഡിസിഷൻ ആണ്. പക്ഷെ ലൈക്ക് ഇത് വീണ്ടും ഇതേ സെയിം സംഭവം തന്നെയാണ് പുള്ളി ഇപ്പൊ കാണുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് ഓടിച്ചു പോലും നോക്കിയിട്ടില്ലേ വണ്ടി പ്രോപ്പർ ആയിട്ട്. ഈ സീസൺ പുള്ളി സത്യത്തിൽ ഒരു എക്സ്പീരിയൻസ് റൈഡറിന്റെ ഒരു മീൻസ് ഓഫ് കോഴ്സ് പുള്ളിയൊക്കെ ടോപ്പ് ലെവൽ റൈഡറാ. ലൈക്ക് ഒരു സീസൺ ഓടിക്കാതിരിക്കുമ്പോഴത്തേക്ക് അത് സ്കില്ലിനെ ഒക്കെ എഫക്ട് ചെയ്യില്ലേ? അതും ശരിയാ. ലൈക്ക് ഓവറോൾ അതെ സമ്മർ ബ്രേക്ക് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വരാൻ പറ്റും തോന്നുന്നു. ഞാൻ വരില്ല. അതൊക്കെ പുള്ളി ക്രാഷ് ആയിട്ടും പുള്ളി വീണ്ടും ഓടിക്കാൻ നോക്കിയല്ലോ, പക്ഷെ വീണ്ടും വലിയ ക്രാഷ് ആയപ്പോഴല്ലേ. പിന്നെ ഒരു റൂമർ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏപ്രിൽ 8 പുള്ളിക്ക് ഇത്ര പ്രശ്നമാകാൻ കാരണം ഇയാളുടെ മറ്റേ ക്രാഷിന് ശേഷം ഏപ്രിൽ ഇയാളുടെ മെഡിക്കൽ സൈഡ് ഹാൻഡിൽ ചെയ്തത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ എങ്ങാണ്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. മെഡിക്കൽ സൈഡ് ഹാൻഡിൽ ഡോക്ടറോ ഏപ്രിലിയുടെ ഡോക്ടർ ലൈക്ക് പുള്ളി 2 ആഴ്ച മറ്റേ ഖത്തറിലായിരുന്നില്ലേ, ആ സമയത്തൊക്കെ എന്തോ ഒരു ലൈക്ക് ഏപ്രിലിയ ഇയാളെ ടേക്ക് കെയർ ചെയ്തത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ഒന്നും തോന്നരുത്, ഞങ്ങളൊന്ന് കെയർ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് അറിയൂടാ, കാരണം ഏപ്രിലിൽ ചിലപ്പം പുള്ളിയുടെ ഡെസിഷൻ ആയിരുന്നു കാണില്ലായിരിക്കും ഫസ്റ്റ് ടൈം തിരിച്ചു വരാൻ ആ ക്രാഷ് കഴിഞ്ഞപ്പം ആയിരുന്നു തോന്നി. ഇല്ല അതൊക്കെ പുള്ളിയുടെ ഡിസിഷൻ. അത് നിനക്ക് എനിക്ക് നിനക്ക് മനസ്സിലായില്ലേ? പുള്ളി ഒരു ഹാഫ് മൈൻഡിൽ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു, ലൈക്ക് ഇവിടുന്ന് പോവാം, ഇത് വർക്കാവില്ല, എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലായി. അത് എനിക്ക് ആ ക്രാഷിന് ശേഷമാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഇപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം വണ്ടിയുണ്ട്, വർക്കുമായി. പക്ഷെ ഇവരും ഈ മാർട്ടിനും അപ്രിലും തമ്മിലുള്ളവര് അതൊന്നും സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് പിന്നെ പുള്ളിക്ക് ഒരു പ്രൈവറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. കാരണം അവര് റൂൾസ് റിലാക്സ് ചെയ്തു. ഇഞ്ചുറി കാരണം ഒരു മോട്ടോർ ബിജി റൈഡറിന് 3 റേസ് എന്തോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് ടെസ്റ്റ്. അപ്പം അത് ഇപ്പൊ മാക്സിമോ പറയുന്നത് ചിലപ്പോ അത് ഓടിച്ച് കഴിയുമ്പോൾ മാർട്ടിന്റെ മനസ്സ് മാറുന്നു. പക്ഷെ മാർട്ടിനെക്കാളും സ്റ്റബിളായിട്ട് നിൽക്കുന്ന പുള്ളിയുടെ മാനേജർ അവൻ ഇനി പോകുന്നില്ല. മാർട്ടിൻ ഇനി വാ, നീ ഇനി പോണ്ട, നമുക്ക് കോട്ടയം പോകാം. ഒരു സിനിമയല്ലേ, ഏതൊരു സിനിമക്കകത്ത് ഇങ്ങനത്തെ ഒരു സീനുണ്ട്. മാർട്ടിൻ അപ്പുറം പോകുമ്പോഴത്തേക്ക് ബ്രൂണോ കൂട്ടിക്കയറും. ബ്രൂണോ സെറ്റ്. അതാണ് അവസ്ഥ. മാർട്ടിൻ അറിയില്ല എന്താവുന്നു. അലക്സ് എസ്പാർഗാരോയും എന്തോ ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്രിലിയയുടെ പഴയ ക്രൂ ചീഫ് അല്ലേ, ക്രൂ ചീഫ് മറ്റേ ഇതല്ലേ ടീം മാനേജർ അല്ലേ, പിന്നീട് ഹോണ്ടയിലോട്ട് പോയെ. അലക്സ് എസ്പാർഗാരോ നോക്കിയിരുന്ന അയാളെ ആയിരിക്കും, അയാൾക്കൊരു പൊട്ടൻഷ്യൽ ഉള്ള അയാളുടെ പ്രൊജക്ട് ആയിരുന്നല്ലോ അപ്രിലിയ ഈ ട്രാൻസ്ഫോർമേഷൻ. അതിനിടയ്ക്ക് അയാൾ ഹോണ്ടയിലും പോയി. അതൊക്കെ ആയിരിക്കാം. വേറൊരു സംഭവം കേട്ട്, മോട്ടോ ജി പിയുടെ 80% മേളിൽ സ്റ്റോക്സ് ലിബർട്ടി മീഡിയ മേടിച്ചു. ലിബർട്ടി മീഡിയ ആണ് F1 ഓണേഴ്സ്. ഞാൻ പറഞ്ഞില്ല ഇനി റൈറ്റ് ടു സർവൈവ് ഇറങ്ങും. ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡേഴ്സിന് ഇംഗ്ലീഷ് ഭയങ്കര അറിയില്ല. അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു സീരിയൽ തന്നെ ഇറക്കിയാണ് അവരിപ്പോ. ആക്ച്വലി മാർക്കസിന്റെയും റോസിന്റെ ഡോക്യുമെന്ററി നൈസാണ്. മാർക്കസിനെ പറ്റി 2 വാക്കി പറയാമെന്ന് പറഞ്ഞപ്പോ റോസി പണ്ടൊരു സംഭവം അങ്ങനെ എന്തോ ഒരു സാധനം ലിറ്റിൽ സ്മോൾ ലിറ്റിൽ ബാസ്റ്റേഡ് അങ്ങനെ എന്തോ ഒരു 3 വേർഡിൽ എന്തോ പറഞ്ഞു പുള്ളി. അത് പുള്ളി കലിപ്പാണ്. അവരമ്മ മാർക്കസ് ഇപ്പൊ ആക്ച്വലി ഇച്ചിരി മെച്ചുവറായി. റോസിയോ അവൻ ചേച്ചി ഇനി വേണ്ട കയ്യങ്ങാണം തട്ടി അറിയാതെ അൺഫോളോ ആയതായിരിക്കും. എനിക്കറിഞ്ഞൂടാ. പിന്നെ പുള്ളി അതിന് ഓട്ടോ ജി പി മറ്റേ ഇത് നോക്കിക്കൊണ്ടിരിക്കുവല്ലേ ഇൻസ്റ്റാഗ്രാം. പുള്ളി ഇടക്കിട്ട് മറ്റേ BMW ടൂറിംഗില് റേസ് ചെയ്തോണ്ടിരിക്കല്ലേ. പക്ഷെ പുള്ളിയുടെ എനിക്കറിഞ്ഞൂടാ, പുള്ളി ഭയങ്കര അസൂയുള്ളൊരു അയാളെ പിള്ളേരെയൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലില്ല, അത് അവരുടെ വീട്ടിൽ വെച്ച്. മാർക്കസ് ആണെങ്കിൽ കഴിഞ്ഞിട്ട് ഇറ്റലി വെച്ചിട്ട് മറ്റേ ഇറ്റാലിയൻ ജീപ്പ് കഴിഞ്ഞിട്ട് ആൾക്കാർ കൂവിയില്ലായിരുന്നു. അതിനുശേഷം മെയിൻ റേസും കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്ലാഗ് എടുത്ത് ലാൻഡി കുത്ത് പണ്ടില്ല നമ്മുടെ 11 ചെയ്യുന്ന പോലെ ആ ഒരവസ്ഥ. അപ്പൊ ഇതായിരുന്നു റേസ്. മെയിൻ റേസിനകത്തും പിന്നെ വേറൊരു റൂമർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റൂമറായിട്ടോ, ഫുള്ള് ഡ്രാമ ഇപ്പൊ. ഇതിന്റെ എല്ലാത്തിനും ഇടയ്ക്ക് ടോപ്പ് റാങ്കും വരുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഈ ലിബർട്ടി മീഡിയ വരുമ്പോ മോട്ടോ ജി പിയുടെ മറ്റേ ഓർഗനൈസിംഗ് ലീഡർഷിപ്പില് വ്യത്യാസം വരും. അപ്പം ഏപ്രിലിലെ മാസിമോ റിവോളിനെ അവർ അങ്ങോട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. എങ്ങോട്ട്? നമ്മുടെ അവരുടെ ലൈക്ക് ഓവറോൾ മോട്ടോ ജി പി. അങ്ങനാണെങ്കിൽ പെട്ട് ആര് ഹോർഹെ നീ ഇനി റേസ് ചെയ്യണ്ട മാസിമോ. ഹോർഹെ മാർട്ടിൻ ഇനി സത്യത്തിൽ ഞാൻ ഈ ഇടയ്ക്ക് ആലോചിച്ചത് ആക്ച്വലി ലൈക്ക് ഹോർഹെ മാർട്ടിൻ ആണെങ്കിൽ അപ്രിലെ വെറുപ്പിച്ച് പണ്ടേ വെറുപ്പിച്ചിട്ടുണ്ട്. ഡുക്കാറ്റി
ഇനിയിപ്പോ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഡുക്കാറ്റിലും തിരിച്ചു പോകുന്നത് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അമ്മാതിരി പെർഫോമൻസ് ഒക്കെ ചെയ്ത്. അത് വേറെ പ്രശ്നം, പ്രൊമാക്കിലും ഇനി തിരിച്ചാവില്ല. കാരണം ഡുക്കാറ്റിന്റെ ഒരു ടീം പോവാൻ കാരണം തന്നെ മാർട്ടിനാണ്. കാരണം മാർട്ടിൻ പോയപ്പോഴത്തേക്കും അവര് എന്നാ ഞങ്ങളെ പോവാതെ പോയി. ഇനിയിപ്പോ ഏത് ഓപ്ഷൻ? 2 ഓപ്ഷൻ. അതിൽ ഹോണ്ട മാത്രമേ ഉള്ളൂ കേപ്പബിൾ ആയിട്ട് അവനെ വേണം എന്നുള്ളത്. യമഹ എനിക്കറിയില്ല. യമഹ ലൈക്ക് ഞാൻ പറയാ ഫാബിയോന് നൈസായിട്ട് ഏപ്രിലിൽ ഇപ്പൊ ഫാബിയോനെ ഹയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്രിലിയക്ക് അത്രയും ഫണ്ട് ഇല്ലാത്തൊരു ചെറിയ ടീം, അത് ചെറിയ വലിയ പൈസ ഫാക്ടറി ടീമാണെന്ന് പേരേ ഉള്ളൂ, അവർക്ക് പൈസ ഇല്ല, അതാണ് വേറെ. അപ്പം ടോപ്പിൽ എത്തണമെങ്കിൽ നല്ല ഫണ്ട് ഇറക്കണം. നല്ല കാശുണ്ടെങ്കിലേ നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഈ ഫാക്ടറി, ഇത്രയും വലിയ ഫാക്ടറി, ഇപ്പം യമഹ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫണ്ട് ഇറക്കുന്ന പോലെ ആയിരിക്കും. അവന്മാരൊക്കെ ഹോണ്ടയാണ് പ്ലെയിൻ ചെക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് എഴുതിയിട്ട് ഇതൊന്ന് വർക്കാക്കി തന്നാൽ മതി. അബദ്ധം പറ്റിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇല്ല ലൈക്ക് ഡെവലപ്മെന്റ് ലിമിറ്റ്സ് ഉണ്ട്, അല്ല മറ്റേ റൈഡറിനെ ഹയർ ചെയ്യുന്നതിന് അവർക്ക് പറ്റും. ഹോണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെറ്റ്, ഹോണ്ട കോർപ്പറേഷനോ. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ അവരുണ്ടാക്കുന്നത് എല്ലാം സെറ്റായി ഇല്ലെന്നാണ് എനിക്ക് അറിയാവുന്നത്. കൺസെഷൻസ് ഉണ്ട് ഹോണ്ട. യമഹ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു പൊങ്ങി വരുന്നുണ്ടെന്ന്, പിന്നെ അത് ഫാബിയുടെ കഴിവെന്ന് മനസ്സിലായി. അവരുടെ ബൈക്ക് ഇപ്പോഴും ഷിറ്റാണ്. ബട്ട് സ്റ്റിൽ ജാക്ക് മില്ലർ ആണ് ബുദ്ധിയുള്ള റൈഡർ. എന്തിന് ഞാൻ പണിയെടുക്കണം? എന്തായാലും റേസിൽ അവൻ 10, ഞാൻ 11, അതൊക്കെ വരും. ജാക്ക് മില്ലറാണ് ബുദ്ധിമാനായ റൈഡർ. അവൻ കഷ്ടപ്പെട്ട് പോൾ പൊസിഷൻ ഒക്കെ എടുത്ത് വെറുതെ അവിടെ പോയിരിക്കും. എന്തിനാ വെറുതെ എല്ലാരും അവരെ കളിയാക്കും. എനിക്കൊരു 12 മില്യൺ ഒന്നും തരുന്നില്ല, ഞാൻ എനിക്ക് തരുന്ന പൈസക്ക് പണിയെടുക്കുന്നു. എനിക്ക് ആ ക്യാറ്റിന്റെ ഡിഗർ എടുത്ത് അവിടെ ഒരു കുഴി ഒഴിക്കാം, ഇവിടെ ഒരു കുഴി ഒഴിക്കാം, ഇതൊക്കെ ചെയ്തിട്ട് ബൈക്ക് ഓടിക്കുക. പോകുന്ന പെർഫോമൻസ് വെച്ചിട്ട് ജാക്ക് മില്ലർ മിക്കവാറും സ്റ്റേ ആവും. മീൻസ് ഇവിടെ നിൽക്കും MotoGP. അല്ല, ജാക്ക് മില്ലറിനെ വെച്ചിട്ട് ജാക്ക് മില്ലർ അടുത്ത വർഷം കോൺട്രാക്ട് ഇതുവരെയായിട്ടും ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പക്ഷേ അവര് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റേസ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അവര് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. മിഗൽ ഒലിവേറയുടെ കാര്യം മിഗൽ ഒലിവേറ, ബ്രാഡ് ബിൻഡർ ഈ സീസൺ എന്തോ പറ്റി. പുള്ളി ഓടിക്കുമ്പോ വൻ കിടിലാണ്, പക്ഷെ ഓടിക്കുന്നില്ല. ബാസ്റ്റിനി ചിലപ്പം ഇറങ്ങും, കാരണം പുള്ളി KTM ഭയങ്കര അൺഹാപ്പിയാണ്. കാരണം ആ പുള്ളിക്ക് KTM ചാറ്ററിംഗ് ഇഷ്യൂ ഓവർകം ചെയ്യാൻ പറ്റില്ല, ലൈക്ക് മില്ലറിന് നേരത്തെ പറ്റാത്ത പോലെ. അപ്പൊ ചിലപ്പം ബാസ്റ്റിനി കിടില റൈഡറാണ്. ബീസ്റ്റിനെ കേട്ട അങ്ങോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം പുള്ളിയെ മറ്റേ നമ്മുടെ സാറ്റലൈറ്റ് ടീമില് ജയിച്ചു. അപ്പം ബാസ്റ്റിനി ചിലപ്പോൾ ഏപ്രിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഹൊർഹെ പോവാണെങ്കിൽ ഇതെല്ലാം ഹൊർഹെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഓർഹയുടെ ഹെൽമെറ്റ് മേടിക്കാൻ തരുന്നത്, ഇനി ഓർഹയുടെ ഹെൽമെറ്റ് ഒന്നും മേടിക്കുന്നില്ല. കഴിഞ്ഞ വട്ടം എല്ലാവരും ഫാൻസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയെങ്കിലും ഓർഹെ ജയിക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ചത്, കാരണം ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. പക്ഷെ വേറെ സംഭവം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അവരുടെ ആക്ച്വൽ കോൺട്രാക്റ്റിലെ ക്ലോസസ് ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ പുറത്തിരുന്ന് കാണുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ മറ്റേ ആൾക്കാര് ലൈക്ക് പറയുന്ന ലൈക്ക് ഈ ഇൻസൈഡേഴ്സ് പറയും, ഒരാളുടെ സൈഡ് അപ്രിലിയുടെ സൈഡാണല്ലോ ഇപ്പൊ കൂടുതൽ കേൾക്കുന്നത്. ഹൊർഹെ വന്നൊന്നും പറയുന്നു, മിണ്ടുന്നു പോലുമില്ല. മിക്കവാറും ഹൊർഹെ നീ ഒന്നും മിണ്ടരുത്, എല്ലാം നമുക്ക് കോടതി വെച്ചിട്ട്. മാനേജർ കിടില്ല, മറ്റേ ജെറൈസ് ഓർഹെ അടുത്ത വർഷം ഫ്രീ ആണ്. എനിക്ക് തോന്നുന്നു അയാൾ തന്നെയാണ് പെഡ്രോയുടെ മാനേജർ എന്ന് തോന്നുന്നു. ആരും പറയുന്നത് കേട്ടില്ലേ, അയാൾ എല്ലാം പറ്റാവുന്നിടത്തൊക്കെ കുത്തിത്തിരിപ്പിയാണ്. നീ ഇവിടെ ഇനിയിപ്പോ സ്റ്റഡ് ചെയ്ത് പോകാനായിട്ട് ടീമില്ല ഫ്രണ്ട്. ആ കൂടെ ഹോണ്ട, സുസുക്കി ഇല്ല, ഹോണ്ട, ഡുക്കാറ്റി, KTM. എന്താ അറിയില്ല. 8 സ്റ്റണ്ട് കാണിക്കാൻ ഇയാളെ റൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് കാണിക്കാൻ നേരെ ഓടിക്കാൻ പറ്റുന്നില്ല. നേരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് റേസിലോട്ട് തിരിച്ചു തരാം. ഒരുപാട് റൂമേഴ്സ് ഒക്കെ കേട്ട്, ഇതൊക്കെയാണ് കുറെ റൂമേഴ്സ്. പിന്നെ റേസ് ആസ് യൂഷ്വൽ മാർക്കസ് വീണ്ടും ജയിച്ചു. മാർക്കസിന് ഇനി എന്നാണ് മാർക്കസ് ഈ ഇത്രയും ലൈക്ക് ഒരു 10 വർഷത്തിന്റെ ഇടയിൽ ജീപ്പിൽ ഇത്രയും ഡോമിനന്റ് ആയിട്ട്, എന്ന് വെച്ചാൽ മാർക്കസിന്റെ ക്രാഷിന് മുന്നത്തേനും കാട്ടിലും മാർക്കസ് ഭയങ്കര മെച്ചുവേർഡായി, ഡോമിനന്റ് ആയിട്ട് ഓടിക്കുന്ന. അതെ. പുള്ളി ഒന്ന് ഫുൾ ഓൺ അഗ്രസീവ് പുഷ് ഒന്നും അല്ല ഇപ്പൊ. പുള്ളി ഇപ്പൊ വെയിറ്റ് ചെയ്ത് കറക്റ്റ്. കഴിഞ്ഞ ദിവസത്തെ റേസ് തന്നെ പുള്ളി ഫുൾ ഡിഫൻസീവ് ആയിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഫാസ്റ്റ് ഉള്ളത് പുള്ളിക്ക് അറിയാം. പക്ഷെ ആരെ ഓർഡർ എല്ലാവർക്കും ബ്ലോക്ക് കൊടുക്കുക. പുള്ളി ആർക്കും പാസ് ചെയ്യാൻ പറ്റില്ല. പുള്ളിനെ ഭയങ്കര പുള്ളിക്ക് പുള്ളിയുടെ ബൈക്ക് എത്രത്തോളം പോകും പുള്ളിക്ക് അറിയായിരിക്കും. അപ്പൊ പുള്ളി മറ്റേ അന്ന് ക്രാഷ് ആയതിനു ശേഷം അത് മാത്രമല്ല പുള്ളിക്ക് പുള്ളിയുടെ
അറിയാമല്ലോ. അപ്പൊ എവിടെയൊക്കെ പുഷ് ചെയ്യണം എന്ന് അറിയാം, എവിടെയൊക്കെ ഡിഫെൻഡ് ചെയ്യണം എന്ന് പിന്നെ വേറൊരു സംഭവമുണ്ട്, പുള്ളിയുടെ മറ്റേ പുഷ് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത്. കാരണം പുള്ളിക്കറിയാം പുള്ളിയുടെ ഇത് വീക്ക് ട്രാക്കാണ്, പുള്ളി ലൈക്ക് അത്ര സ്പീഡല്ല, പക്ഷെ എന്നാലും പുള്ളിയുടെ ആ ഒരു മെന്റൽ ഡിറ്റർമിനേഷൻ പുഷ് ചെയ്യാനുള്ള പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ വായിച്ചതാ. മറ്റേ പുള്ളി ബെസക്കീനെ പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ക്ലോസ് റേസ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റിലൊക്കെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. ബെസക്കി ബെസക്കി എല്ലാരും ഓവർടേക്ക് ചെയ്തു. ആ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ലാപ്പ് 1-ൽ മാർക്കസ് സ്റ്റാർട്ട് ചെയ്യുന്ന 4th പൊസിഷനിൽ എന്തുവായിരുന്നു, ക്വാളിഫൈ 4th ആയിരുന്നു. മറ്റേ ആദ്യം സെക്കൻഡ് റോയിൽ വരുന്നത്. അതെ അതെ, കുറെ നാളിന് ശേഷം. മാർക്കസിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഫ്രണ്ടിൽ കയറുക, എന്നിട്ട് മാർക്കസിന് അറിയാം മാർക്കസിന് 2 കോർണേഴ്സ് ഉണ്ട്, 2 റൈറ്റ് കോർണേഴ്സ് ഉണ്ട്, അത് 2 മാർക്കസിന് സ്പേസ് കുറവാണ് ബാക്കിയുള്ളവരെക്കാളും. അത് അലക്സിന്റെ കൂടെ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. ആ കോർണേഴ്സിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള ലൈൻ എടുത്തത്, എന്ന് വെച്ചാൽ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത രീതി. ബാക്കിയുള്ളവരെല്ലാം പുള്ളി പുഷ് ചെയ്യും. എനിക്ക് കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി, ബെസക്കി കേറിയില്ല. കാരണം അത് കഴിഞ്ഞിട്ട് വരുന്ന ഷിക്കെയിൻ ഉണ്ടല്ലോ, ഷിക്കെയിൻ കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റാ. ആ ഷിക്കെയിനിലും പുള്ളി നല്ല ഡയറക്ഷൻ ചേഞ്ചും പുള്ളിയുടെ ഭയങ്കര ക്വിക്കാണ്. അവിടെ വെച്ചാണ് അതാണ് ഏപ്രിലിയുടെ വീക്ക് ആയിരുന്നു. കാരണം ഡുക്കാറ്റി ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴും ഡുക്കാറ്റി ലൈക്ക് ഭയങ്കര സ്റ്റേബിൾ. ഏപ്രിൽ ഇങ്ങനെ ഒന്നാവും. ഒന്നാമത് ഡുക്കാറ്റി ഭയങ്കര സ്റ്റേബിളാ, പിന്നെ മാർക്കസ് ആണെങ്കിൽ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. പക്ഷെ അതിനേക്കാളും ഫാസ്റ്റ് ആണ് സത്യത്തിൽ അപ്പറിലെ എന്ന് പറയുന്നത്. KTM ആണ് ആക്ച്വലി ഫാസ്റ്റസ്റ്റ് MotoGP ബൈക്കിന്റെ റെക്കോർഡ്. ബൈക്ക് ടോപ്പ് സ്പീഡ് KTM, ബ്രാഡ് ബിൻഡർ ആണെന്ന് തോന്നുന്നു റെക്കോർഡ്. പിന്നെ ഈ സീസണിലും ഫാസ്റ്റസ്റ്റ് അവരാണ്. എന്നിട്ട് അപ്പറിലയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറിലേക്ക് ഭയങ്കര കോണേഴ്സ് ഇല്ലേ, ഈ യമഹാടെ ഒക്കെ കൂട്ടാം, നല്ല പേസിൽ കോണേഴ്സ് ചെയ്യാൻ പറ്റും. ഞാൻ മാർട്ടിൻ പോയി കഴിഞ്ഞാൽ ഫാബിയോനെ അങ്ങ് എടുക്കുക. പക്ഷെ ഇപ്പോഴത്തെ ഫാബിയോയുടെ അവസ്ഥയിൽ ഫ്രീ ആയിട്ട് വിളിച്ച ചിലപ്പോൾ ഫാബിയോ പോവും. അപ്പം നമുക്ക് നൈസായിട്ട് എന്നാ ഇനി പറയാനായിട്ടൊന്നുമില്ല, അവിടുത്തെ എല്ലാം പറഞ്ഞു. ഇനി അവിടെ കൂടെ ആ GP-ക്കകത്ത് കേൾക്കാവുന്ന എല്ലാ മറ്റേ എന്ത് ഇനി പറയുന്ന വേർഡ് എന്തായിരുന്നു, ന്യൂസ് ഉണ്ടല്ലോ, എല്ലാ റൂമേഴ്സും കേട്ടു. ഇനി അടുത്ത് നമുക്ക് മാർക്കസ് കോട്ടയിൽ കാർഡ് ഫാഷൻ റെഡ് ബുൾ റിംഗിൽ ആണ് അടുത്ത റേസ്. അത് അടുത്ത ആഴ്ച. അതല്ല, അത് കഴിഞ്ഞിട്ട് ഒരു റേസ് കൂടെ കഴിഞ്ഞിട്ട് സമ്മർ ബ്രേക്ക് തോന്നുന്നു. സമ്മർ വരുമ്പോൾ സമ്മർ ബ്രേക്ക് ആയല്ലോ. അതിനകത്ത് ആ മാർക്കസിനോട് പോയിട്ട് ആ റൈറ്റ് ഹാൻഡ് ഒന്ന് സെറ്റ് ആക്കാൻ പറ്റും. എന്താ പുള്ളി സെറ്റ് ആക്കാത്തത്? അത് പുള്ളി ചോദിക്കാം. അപ്പൊ ശരി.